നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഫോട്ടോഷോപ്പിലൂടെ നമുക്കൊരു ഫേസ് ലോഗോ ചെയ്യാം. അപ്പോൾ ഫേസ് ലോഗോകൾ പലതും നമ്മൾ കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പം ഏറ്റവും വളരെ പ്രശസ്തമായ ഒരു ഫേസ് ലോഗോ KFC ലോഗോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ എന്ന പേരിലുള്ള കെൻറ്റക്കി, അത് അദ്ദേഹത്തിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ ഉടമയുടെ ഫേസ് തന്നെയാണ് അതിൽ ലോഗോയ്ക്കകത്ത് ഉപയോഗിക്കാറുള്ളത്. അത്തരമുള്ള ഫേസ് ലോഗോകൾ ഇപ്പോൾ സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ലോഗോകൾ ചെയ്യുന്ന ഒരു രീതി ഫോട്ടോഷോപ്പിൽ നമുക്ക് എങ്ങനെ വളരെ ഈസിയായി ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം. ഫോട്ടോഷോപ്പിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഫേസിൻ്റെ ഒരു പിക്ചർ, ഏത് ലോഗോ ചെയ്യേണ്ട ഫേസ് ആണോ ആ ഫേസിൻ്റെ പിക്ചറിനെ ആദ്യം നമ്മുടെ ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് ആ ഫേസ് ഏറ്റവും നല്ല ഒരു ഫേസിൻ്റെ പടം എടുത്തിട്ട് വേണം അത് ചെയ്യാൻ. ഇപ്പോൾ ഒരാളുടെ തന്നെ പല രീതിയിൽ നമുക്ക് ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കും. അതിലേറ്റവും മനോഹരമായിട്ട് തോന്നുന്ന ചിത്രം, അല്ലെങ്കിൽ നമ്മൾ ആ ലോഗോയിലേക്ക് വരണമെന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു ചിത്രം എടുത്തിട്ട് വേണം അത്തരം രീതികൾ ചെയ്ത് ആരംഭിക്കാൻ. അതിൽ ഞാനിവിടെ നേരത്തെ തന്നെ ഒരു പിക്ചർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പിക്ചറിനെ ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യുകയാണ്. ഈ പ്രണവ് മോഹൻലാലിൻ്റെ ഒരു പിക്ചറാണ് ഞാൻ എടുത്ത് വെച്ചിരുന്നത്. ആ പിക്ചർ എടുത്തിട്ട് അതുകൊണ്ട് നമുക്കൊരു ഫേസ് ലോഗോ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. ആ പിക്ചർ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ അതിൻ്റെ ആ ഫേസിനെ മാത്രം, ഇപ്പം അതിൻ്റെ കഴുത്ത് ആ ഭാഗമൊക്കെ എനിക്ക് വേണമെന്നില്ല, കഴുത്ത് വല്ല തോളുകളുടെ ഭാഗമൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. അതൊക്കെ ആ ഫേസ് മാത്രമായിട്ട് എടുക്കാൻ ഞാൻ അതിനെ ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്യാൻ നമുക്ക് ഒന്നിലധികം ടൂളുകൾ ഇവിടെയുണ്ട്. ലാസോ ടൂളുണ്ട്, മാഗ്നറ്റിക് ലാസോ ഉണ്ട്, അല്ല പെൻ ടൂളുണ്ട്, വളരെ കൃത്യമായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ. തൽക്കാലം എനിക്ക് ലാസോ ടൂൾ ഇത്ര ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന വിശ്വാസമുള്ളത് കൊണ്ട് ഞാൻ ആ ടൂൾ കൊണ്ട് തന്നെ ഇങ്ങനെ സെലക്ട് ചെയ്യുകയാണ്. ഇനി ഇതിൽ ബാലൻസ് ഇല്ലാത്തവർ പെൻ ടൂളോ അതുപോലെ നമുക്ക് ബാലൻസിങ് ആയിട്ടുള്ള ടൂളുകൾ ഏതെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിങ്ങനെ കൃത്യമായി എഡ്ജിലൂടെ സെലക്ട് ചെയ്ത് എടുക്കുക. ഫേസ് മാത്രമാണ് എനിക്ക് വേണ്ടത്, അതുകൊണ്ട് അവിടെ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. കഴുത്തൊക്കെ ഞാൻ ഒഴിവാക്കുകയാണ്. അതിങ്ങനെ ഈ മുടിയുടെ ഭാഗവുമെല്ലാം കൃത്യമായി തന്നെ സെലക്ട് ചെയ്ത് ജോയിൻ ചെയ്തു. ഇനി ഇത്രയും ഭാഗമാണ് ഫേസ് ലോഗോയ്ക്ക് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെ ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അല്ലെങ്കിൽ ലോഗോ ഷേപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ടൂള് ഫോട്ടോഷോപ്പിൽ ഇമേജിൽ അഡ്ജസ്റ്റ്മെൻറ്റിലുണ്ട്. അതിൻ്റെ പേര് ത്രഷോൾഡ് എന്നാണ്. ഈ ത്രഷോൾഡ് എന്ന ഒരു ഭാഗമുണ്ട്, അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം നമ്മുടെ ലോഗോ ചിത്രത്തിന് വന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ ലോഗോ ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ കളർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ വേണമെങ്കിൽ ലെഫ്റ്റിലേക്ക് തന്നെ മൂവ് ചെയ്യിച്ചാൽ മതി. റൈറ്റിലേക്ക് പോകുമ്പോൾ കൂടുതൽ അത് ബ്ലാക്കിലേക്ക് പോകും. നമുക്ക് അത്രയും വേണ്ട, കുറച്ച് ഡീറ്റെയിൽ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഫേസ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് അത്രയും ഏകദേശം നമുക്ക് പിടികിട്ടത്തക്ക രീതിയിലേക്ക് ഞാൻ കൊണ്ടതിനെ നിർത്തുകയാണ്. എന്നിട്ട് ഓക്കെ കൊടുക്കുന്നു. ഇനി വീണ്ടും ഇമേജിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയിട്ട് നമുക്ക് റീപ്ലേസ് കളർ അല്ല, മറ്റൊരു ടൂളുണ്ട്, സെലക്റ്റീവ് കളറുമല്ല, മറ്റൊരു ടൂളാണത്. റീപ്ലേസ് കളറിൽ എല്ലാം 0 ആക്കുന്നു. ഫസിൽസ് ഉൾപ്പെടെ ഉള്ളത് 0 ആക്കിയതിന് ശേഷം ഓക്കെ കൊടുക്കാം. ഇനി നമുക്ക് മറ്റൊരു പുതിയ പേജ് ഓപ്പൺ ചെയ്യാം. അതൊരു 300 റെസൊല്യൂഷനിൽ ഒരു RGB കളറുള്ള ഒരു ക്യാൻവാസാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്.
അതിലേക്ക് നമ്മുടെ ഫേസ് ലോഗോ ഞാൻ ഡ്രാഗ് ചെയ്ത് വയ്ക്കുകയാണ്. മൂവ് ടൂൾ ഉപയോഗിച്ചിട്ട് ഡ്രാഗ് ചെയ്ത് വയ്ക്കുകയാണ്. അതിനിപ്പം വലിപ്പം കുറവുണ്ടെങ്കിൽ അതിനെ അല്പം വലിച്ച് വലുതാക്കി കൊടുക്കാം. ഫേസ് ഇവിടെ വന്നു. അതിനുശേഷം ഞാൻ അതിൻ്റെ ഒരു ന്യൂ ലെയർ എടുത്തിട്ട് അവിടെ ഒരു ഗ്രേഡിയൻറ്റ് ഉപയോഗിക്കുകയാണ്. ഗ്രേഡിയൻറ്റ് ടൂൾ ഉപയോഗിക്കുകയാണ്. അത് ആ ലെയർ പുറകിലേക്ക് കൊണ്ടുവരാം. ഇനി നമുക്ക് ആ ഫേസ് ലോഗോ വന്നു. അതിപ്പോൾ ബ്ലാക്കല്ല, നമുക്ക് മറ്റെന്തെങ്കിലും ഒരു കളർ എഫക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പടത്തിലുള്ള ഒരു എഫക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത്തരം ഒരു പടം ഞാനിവിടെ ഒരു സൺറൈസിൻ്റെ പടം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പടം കൂടി നമ്മുടെ ഈ ക്യാൻവാസിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരികയാണ്. അല്പം ചെറുതായതുകൊണ്ട് തന്നെ വലുതാക്കേണ്ടതുണ്ട്. അതിൻ്റെ ബ്ലാക്ക് ഭാഗം മാത്രം ഞാൻ നമ്മുടെ മാജിക് വാൻഡ് ടൂൾ ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ തൊട്ട് പിറകിൽ കിടക്കുന്ന, വേണമെങ്കിൽ ആ ലെയറിന് മുകളിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. നമുക്ക് സൺറൈസിൻ്റെ ലെയർ കിടപ്പുണ്ട്. അതിനെ മേലെ കൊണ്ടുവരികയും ആ ലെയറിനെ സെലക്ട് ചെയ്യുകയും ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിനെ ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ക്ലിപ്പിംഗ് മാസ്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ലെയറിൻ്റെ അല്ലെങ്കിൽ ആ പിക്ചറിൻ്റെ ഉണ്ടായിരുന്ന അതേ എഫക്റ്റുകളെല്ലാം തന്നെ നമ്മുടെ ഈ പുതിയ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അത് ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കി ചെയ്യേണ്ടതുണ്ട്. കാരണം അല്പം ആ താഴത്തെ ബ്ലാക്ക് കളർ അല്പം നമുക്ക് കുറച്ച് കൊടുത്താൽ നന്നായിരിക്കും. അല്പം താഴ്ത്തി വെച്ചതിന് ശേഷം നമ്മുടെ ഇതിനെ ഒന്നുകൂടെ നമുക്ക് മാജിക് വാൻഡ് കൊണ്ട് സെലക്ട് ചെയ്യാം. സിംഗർ കൊടുത്താൽ വൈറ്റുള്ള എല്ലായിടത്തും അല്ലെ ബ്ലാക്കുള്ള എല്ലായിടത്തും വന്നോളും. അതിനുശേഷം നമ്മുടെ ലെയർ മേലെ കൊണ്ടുവന്നതിന് ശേഷം നമുക്കതിനെ ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു എഫക്റ്റിൽ നമുക്ക് ഫേസ് ലോഗോ കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ പ്രണവ് മോഹൻലാലിൻ്റെ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയുള്ള ലോഗോയാണ് ചെയ്യുന്നത് ഉദ്ദേശിക്കുക. അപ്പോൾ പ്രണവ് ക്രിയേഷൻസ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വരാൻ സാധ്യത. അതും കൂടെ താഴെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് അല്പം ചെറുതാക്കി അതിൻ്റെ വലുപ്പത്തിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ ചെയ്യാവുന്നതാണ്. അതിൻ്റെ കളർ വേണമെങ്കിൽ നമുക്ക് 100% ബ്ലാക്കിലേക്ക് കൊണ്ടുവരാം, എങ്കിൽ അത് വായിക്കുകയുള്ളൂ. അതിൽ ആ പ്രണവ് എന്നുള്ളത് ഞാൻ അല്പം വലുപ്പം കൂട്ടി ക്രിയേഷൻസിനെ ചെറുതാക്കി 2 വരെ ലെവലിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. അതിന് വേണമെങ്കിൽ ഡ്രോപ്പ് ഷാഡൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഇല്ലാതെ വെറുതെ ഉപയോഗിച്ചതിനെ അഭംഗിയാക്കരുത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ആ ഡ്രോപ്പ് ഷാഡോ കൊള്ളില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് വിവലാൻഡ് എംബോസ് അങ്ങനെയുള്ള ടൂളുകളൊക്കെ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ മനോഹരമാക്കാം. അതിൻ്റെ കളർ വേണമെങ്കിൽ ഇനിയും മാറ്റി കൊടുക്കാൻ തോന്നും. ആ സെയിം കളർ തന്നെയായിരിക്കും നല്ലത്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു ലോഗോ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നമുക്കൊരു ഫേസ് ലോഗോ ചെയ്ത് എടുക്കുന്നത്. ഈ നമ്മുടെ ഒരു ഫേസ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിത് പരീക്ഷിച്ച് നോക്കാം. നമ്മുടെ ഏതെങ്കിലും സ്ഥാപനം അല്ലെങ്കിൽ കമ്പനിയുടെയൊക്കെ ലോഗോ ഡിസൈൻ ചെയ്യേണ്ട വേളയിലോ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ ഫേസ് ലോഗോ ഡിസൈൻ ചെയ്യേണ്ട സമയങ്ങളിൽ ഈ ടൂൾ വേണമെങ്കിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതല്ലാതെ മറ്റ് സോഫ്റ്റ്വെയറുകളൊക്കെ ഡ്രോ ചെയ്ത് തന്നെയും ട്രേസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കുന്ന രീതിയുണ്ട്. ഇപ്പോൾ ഫോട്ടോഷോപ്പിൽ
ചെയ്തെടുക്കാവുന്ന ഏറ്റവും നല്ലൊരു രീതിയാണ് കാണിച്ചു തന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.